ഹലോ, ഇന്നൊരു സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു. അതും ബിരിയാണീനെ പറ്റിയിട്ട്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ബിരിയാണിയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മ എല്ലാ മൺഡേയ്സിലും നല്ല ചൂട് ബിരിയാണി ഉണ്ടാക്കി തരും. ഉച്ചയ്ക്ക് ഈ ബിരിയാണി ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കുന്ന വേറെ തന്നെ ഒരു ഫീലാണ്. മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനെ ഇപ്പോൾ വിളിക്കുമ്പോഴും എൻ്റെ അടുത്ത് ഈ ബിരിയാണീനെ പറ്റി നെസ്റ്റ് പിടിക്കാറുണ്ട് അവർ. +1 +2 ഞാൻ പഠിച്ചത് കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ മലബാർ സൈഡിലുള്ള ബിരിയാണി ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പാരഗൺ, കുറ്റിച്ചിറ, അതുപോലെ തന്നെ തലശ്ശേരി ബിരിയാണി. ഇനി കേരളത്തിന്റെ പുറത്ത് നോക്കുകയാണെങ്കിൽ മുറാദാബാദി, ഹൈദരാബാദി, അങ്ങനെ കുറേ ടൈപ്പ് ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഉമ്മാന്റെ ബിരിയാണി ഫാനാണ്. കാരണം ഞാൻ കഴിച്ചു വളർന്ന ആ ബിരിയാണി ആയതുകൊണ്ടായിരിക്കും. പിന്നെ കല്യാണം കഴിയുന്ന സമയത്താണ് അമ്മായിമ്മയുടെ ബിരിയാണി ട്രൈ ചെയ്യുന്നത്. യമ്മിയസ്റ്റ് ബിരിയാണിയാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഉമ്മാന്റെ ബിരിയാണിക്ക് ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. അങ്ങനെ ഉമ്മാടുത്ത് നിന്ന് കിട്ടിയ ബിരിയാണി ടിപ്പ് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ചോറ് ഉണ്ടാക്കൂല ബിരിയാണിക്ക്, അതിൽ നമ്മൾ ബ്രോത്ത് ഉപയോഗിക്കുക. ബീഫാണെങ്കിലും ചെമ്മീനാണെങ്കിലും അതിന്റെ ബ്രോത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവർ എൻഹാൻസ് ചെയ്തേക്കുമെന്ന്. PGക്ക് ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് നിയാസ് എൻ്റെ കൂടെ ഒരു 4 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എനിക്കൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കി തന്നു. പുള്ളി ഉണ്ടാക്കി തന്ന ഫസ്റ്റ് ബിരിയാണി ആയിരുന്നു കേട്ടോ അത്. ഫസ്റ്റ് എന്ന് മാത്രമല്ല, ഭയങ്കര ഒരു അടിപൊളി ബിരിയാണി ആയിരുന്നു അത്. അങ്ങനെ സൺഡേസിൽ നിയാസിന്റെ വക ഓരോ ബിരിയാണി കിട്ടാറുണ്ട്. ബിരിയാണിനെ പറ്റി പല റിസർച്ച് നടത്തിയപ്പോൾ ഒരു ബീഫ് റോസ്റ്റ് ബിരിയാണി ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് പുള്ളി നിൽക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു തെറാപ്യൂട്ടിക് പ്രോസസ്സാണ്. സ്ലോ ആണ്, പക്ഷെ എൻഡ് റിസൾട്ട് അടിപൊളിയാണ്. അപ്പൊ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.